ശ്വേതാ മേനോൻ ജിൻഡോയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ജിൻഡോയുടെ വിശേഷങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. പിന്നെ ജിൻഡോ ഏകദേശം എല്ലാം പറയുന്നുണ്ട്. അപ്പം പറയുന്ന കൂട്ടത്തിൽ ശ്വേതാ മേനോൻ ഒരു രഹസ്യ ദൗത്യം കൂടെ ജിൻഡോയെ ഏൽപ്പിക്കുന്നുണ്ട്. തൻ്റെ കയ്യിലുള്ള രത്നക്കല്ല് ആരും എടുത്തുകൊണ്ട് പോകാതെ കാത്തു സൂക്ഷിക്കണം താനില്ലാത്ത സമയത്ത് എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. അപ്പം ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്. മാഡം, ഞങ്ങളത് അടിച്ചു മാറ്റാൻ പ്ലാൻ ഇട്ടിരുന്നു, ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളത്. എത്ര നിഷ്കളങ്കനായ മനുഷ്യനല്ലേ, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. മാഡം പറഞ്ഞതുപോലെ ആ കല്ല് സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ആവുന്നത്ര ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ശ്വേത പറയുന്നുണ്ട്, ആരോടും പറയാൻ പാടില്ല ഇത്, പ്രത്യേകിച്ച് ഇത് അടിച്ചു മാറ്റാൻ പ്ലാൻ ചെയ്തവരോടൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ അവരോട് കൂടെ തന്നെ കൂടിക്കൂ, പക്ഷേ നിങ്ങളാണ് ഈ രത്നം സംരക്ഷിക്കുന്നതെന്ന് അവരോട് പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ രത്നം ഞാൻ പോകുന്നിടം വരെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം നൽകും എന്ന് ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. അത് ജിൻഡോ അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്. ഇനി ജിൻഡോയുടെ കണ്ണുകൾ മൊത്തം ഈ രത്നക്കല്ലിലായിരിക്കും എന്ന് ശ്വേതയ്ക്ക് ഉറപ്പുണ്ട്. ഒരുപക്ഷെ രത്നക്കല്ല് തന്നെ ആയിരിക്കാം ശ്വേതാ മേനോൻ ജിൻഡോയ്ക്ക് കൊടുത്തിട്ട് പോകുന്നത്. അതെന്താണ് ആ രത്നക്കല്ല് കൊണ്ട് പ്രയോജനമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ലാസ്റ്റ് നിമിഷം വരെ നോമിനേഷൻ ഫ്രീ കാർഡാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫൈനൽ 5 ഒരു ടിക്കറ്റുമാകാം. എന്താണെങ്കിലും ആ കല്ലിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതിനെ സംരക്ഷിക്കാൻ ജിൻഡോയും ശ്രമിക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. ശ്വേതാ മേനോൻ ഒന്നും കാണാതെ ജിൻഡോയെ ഈ ദൗത്യം ഏൽപ്പിക്കില്ല എനിക്കത് തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ച് ജിൻഡോ ഇനി ഒരുപക്ഷെ ഇതടിച്ചു മാറ്റുമോ എന്നും പറയാനാവില്ല. കാരണം ഗെയിമിനെ വളരെ നന്നായി കാണുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ.